സുവിശേഷത്തിൻ ദീപതെളിച്ചം മഹോന്നതമാത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 ഹൃദയം ഉരുകും നേരം എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം അരികെ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികെ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം അരികെ വരേണേ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം.
ഒഴുകും കുളിർമഴയായി കരളിൻ കഥനമതെല്ലാം കഴുകും കുളിർമഴയായി അരികെ വരേ സദയം തൊടേ സുഖമായി എൻ്റെ ഉള്ളം അരികെ വരേ സദയം തൊടേ സുഖമായി എൻ്റെ ഉള്ളം തിരിയും മെഴുതിരി പോലെൻ ഹൃദയം ഉരുകും നേരം സ്നേഹം ത്യാഗമെന്നോതി കുരിശിൽ മരിച്ചൊരു നാഥ സ്നേഹം ത്യാഗമെന്നോതി കുരിശിൽ മരിച്ചൊരു നാഥ അരികെ വരേ സദയം തൊടേ സുഖമായി എൻ്റെ ഉള്ളം അരികെ വരേ സദയം തൊടേ സുഖമായി എൻ്റെ ഉള്ളം എരിയും മെഴുതിരി പോലെൻ ഹൃദയം ഉരുകും നേരം എരിയും മെഴുതിരി പോലെൻ ഹൃദയം ഉരുകും നേരം അരികെ വരേ സദയം തൊടേ സുഖമായിടും എൻ്റെ ഉള്ളം അരികെ വരേ സദയം തൊടേ സുഖമായിടും എൻ്റെ ഉള്ളം ത്രിയേക ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, മരുഭൂമിയിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്നതിനുള്ള സാമ്പത്തികവും ഭൗതികവുമായ വഴികൾ തേടി യാത്ര ചെയ്തിട്ടുള്ള ജീവിതങ്ങളാണ് ഈ വചനം കേൾക്കുന്നത്. നമ്മുടെയൊക്കെയും ജീവിതം കടന്നു പോകുന്ന മരുഭൂപ്രയാണ ആ കാലയളവ് നിശ്ചയമായും ദൈവത്തിൻ്റെ സാമീപ്യവും സാന്ത്വനവും ഒരുപാട് തിരിച്ചറിയാൻ അവസരങ്ങളുള്ള കാലയളവാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അബ്രഹാം പിതാവിനോട് യഹോവയായ ദൈവം ആവശ്യപ്പെടുന്ന ഒരു വചനമുണ്ട്. നീ നിൻ്റെ ദേശത്തെയും നിൻ്റെ പിതൃഭവനത്തെയും നിൻ്റെ ചാർച്ചക്കാരെയും ഒക്കെ വിട്ടുപേക്ഷിച്ച് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോവുക. പ്രവാസിയായി കടന്നു ചെന്ന അബ്രഹാം പിതാവ് ആ ദേശത്ത് യഹോവയായ ദൈവം തനിക്ക് തന്ന ആ പ്രദേശത്ത് കടന്നു ചെന്ന് താമസിക്കുകയും ദൈവം അബ്രഹാമിനെ അവിടെ ഒരു അനുഗ്രഹമാക്കി മാറ്റുകയും ചെയ്തു എന്ന തിരുവചനത്തിലൂടെ നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. നിശ്ചയമായും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾ, പ്രവാസ ജീവിതങ്ങൾ തമ്പുരാൻ അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുന്നത് ഹോശേയ പ്രവചനം അതിൻ്റെ 2-ാം അധ്യായം 14-ാമത്തെ തിരുവചനമാണ്. ഹോശേയ പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ തിരുവചനം. ഇപ്രകാരമാണ് ആ വചനം പറയുക: അതുകൊണ്ട് ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്ന് അവളോട് ഹൃദ്യമായി സംസാരിക്കും.
ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് ആനയിക്കും. അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന ഭാഗം പലപ്പോഴും ഞാൻ വായിക്കുമ്പോൾ എനിക്ക് പല സംശയങ്ങളും തോന്നിയിട്ടുള്ള ഒരു വചനഭാഗമാണ്. ദൈവം പറയുന്നു, ഇസ്രായേലിനെ താൻ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുചെന്നിട്ട് അവളോട് സംസാരിക്കുമെന്ന്. നിശ്ചയമായും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവുമായിട്ട് തമ്പുരാൻ്റെ ഈ വാക്കുകളെ നാം ബന്ധപ്പെടുത്തുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ജീവിതത്തെയും തമ്പുരാൻ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ടാണ് കൃത്യമായി സംസാരിക്കുന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൻ്റെ മരുഭൂമി അവസ്ഥ? ഇത് നമ്മൾ വളരെ കൃത്യമായി കാണേണ്ടിയിരിക്കുന്നു. മരുഭൂമിയുടെ 5 പ്രത്യേകതകളെക്കുറിച്ച് നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കാൻ ദൈവാത്മാവിൽ പ്രത്യാശിക്കുകയാണ്. ഈ 5 പ്രത്യേകതകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും തമ്പുരാൻ അനുവദിക്കുന്നതാണ്. ഏതെല്ലാം പ്രത്യേകതകളാണ് എന്നത് നാം ശ്രദ്ധയോടെ പരിശോധിക്കുക. ഒന്നാമത്തെ പ്രത്യേകത നാം കാണുക, ചുട്ടുപൊള്ളുന്ന ചൂട്. മരുഭൂമിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ചുട്ടുപൊള്ളുന്ന ചൂട്. രണ്ടാമതായി മരുഭൂമിയുടെ പ്രത്യേകത വെള്ളം ഇല്ലാത്ത അവസ്ഥ. മൂന്നാമത്തേത് ആരും ഇല്ലാത്ത അവസ്ഥ. നാലാമത്തേത് കൊടിയ വിഷമുള്ള പാമ്പുകളും തേളുകളും മരുഭൂമിയിലുണ്ട്. അഞ്ചാമത്തേത് വഴി ഇല്ലാത്ത അവസ്ഥ. മരുഭൂമിക്ക് ഈ 5 പ്രത്യേകതകളുണ്ട്. ചുട്ടുപൊള്ളുന്ന ചൂട്, വെള്ളമില്ലാത്ത അവസ്ഥ, ആരുമില്ലാത്ത അവസ്ഥ, വിഷപ്പാമ്പുകളും തേളുകളും, വഴി ഇല്ലാത്ത അവസ്ഥ. കർത്താവിൽ പ്രിയരെ, എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള മരുഭൂമി അവസ്ഥകളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഏതെല്ലാമാണ് ഈ മരുഭൂമി അവസ്ഥ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്? ഓരോന്നായിട്ട് പരിശോധിക്കാം. എന്താണ് ഈ ചുട്ടുപൊള്ളുന്ന ചൂട് ആകുന്ന മരുഭൂമി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? പ്രിയപ്പെട്ടവരെ, ചുട്ടുപൊള്ളുന്ന ചൂട്. ഒരിക്കൽ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ധ്യാനകേന്ദ്രത്തിൽ ദൈവവചനം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും മുന്നിലിരുന്ന് നന്നായി ശുശ്രൂഷ ശ്രദ്ധിക്കുന്ന ഒരപ്പച്ചനെ ഞാൻ കണ്ടു. നല്ല കഷണ്ടിത്തലയൊക്കെ ഉള്ള ഒരപ്പച്ചൻ. ഈ അപ്പച്ചന് നമ്മൾ വളരെ സങ്കടകരമായ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പച്ചൻ പൊട്ടിക്കരയും. നല്ല സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അപ്പച്ചൻ പൊട്ടിച്ചിരിക്കും. പറയുന്ന ഓരോ കാര്യങ്ങളും അതിൻ്റെ ഇമോഷൻസ് കൃത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് പ്രകടിപ്പിക്കുന്ന ഒരപ്പച്ചൻ. എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു ഈ അപ്പച്ചനെ. ക്ലാസ് എല്ലാം കഴിഞ്ഞ് റൂമിലോട്ട് പോയപ്പോൾ ഈ അപ്പച്ചൻ പറഞ്ഞു, അച്ഛാ, എനിക്ക് അച്ഛനോട് സംസാരിക്കണം. ഈ പാവം വന്നിരുന്ന് ഏകദേശം 1 മണിക്കൂറോളം തൻ്റെ ഉള്ളിലുള്ള അനുഭവങ്ങൾ ഷെയർ ചെയ്തു. ആര് കേട്ടാലും കരഞ്ഞു പോകുന്ന സങ്കടങ്ങളാണ്. ജീവിതത്തിൻ്റെ ചെറുപ്പകാലം മുതൽ ഒരുപാട് ലോകത്തോട് ജീവിതത്തോട് പോരാടേണ്ടി വന്ന ഒരു പാവം മനുഷ്യൻ. മക്കൾക്കും ജീവിത പങ്കാളിക്കും അവരുടെ കുടുംബക്കാർക്കും ഒക്കെ വേണ്ടി ഒത്തിരിയേറെ കഷ്ടപ്പെട്ടിട്ടും എല്ലാവരാലും അവഗണിക്കപ്പെട്ട് ഒറ്റപ്പെട്ട് ഇപ്പോൾ ഭാര്യയും മക്കളുമൊക്കെ ഈ മനുഷ്യനെ ഉപേക്ഷിച്ച് ഇന്ന് ഒറ്റയ്ക്ക് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ധ്യാനമന്ദിരങ്ങളിലൂടെ നടക്കേണ്ടി വരുന്ന ഒരു പാവം പിതാവ്. ആ മനുഷ്യന് ചില വൈകല്യങ്ങളുണ്ട്. എടുത്തിയാടുന്നില്ല സ്വഭാവം, ആവശ്യമില്ലാതെ ദേഷ്യപ്പെടുന്ന, കോപിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, വാശി പിടിക്കുന്ന സ്വഭാവങ്ങൾ ഈ അപ്പനുണ്ട്. അതിനോടൊന്നും പൊരുത്തപ്പെടാൻ കഴിയാതെ ഈ അപ്പനെ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടിലുള്ള മക്കളുടെ പ്രതികരണം. സങ്കടം തോന്നും ഈ പാവത്തിൻ്റെ കഥ കേട്ടാൽ. കഥയെല്ലാം പറഞ്ഞു തീർന്നിട്ട് ഇതിൻ്റെ അവസാനത്തിൽ അദ്ദേഹം പറഞ്ഞു നിർത്തിയൊരു വാക്കുണ്ട്. ആ വാക്കാണ് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുക. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, എൻ്റെ തല ചുട്ടുപൊള്ളുകയാണ്, എൻ്റെ തല ചുട്ടുപൊള്ളുകയാണ്. കൂടെ ഒരു തമാശ കൂടെ കൂട്ടിച്ചേർത്ത് പറഞ്ഞു, ഇപ്പം എൻ്റെ തലയ്ക്കകത്തോട്ട് അച്ഛനൊരു മുട്ട ഒഴിച്ചാൽ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന് പറഞ്ഞു. ഈ അപ്പച്ചൻ്റെ തലയ്ക്കകത്തോട്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. നല്ല കഷണ്ടി തലയിൽ എണ്ണ തേച്ച് മിനുക്കിയ തലയും അതിനോടൊപ്പം അപ്പച്ചൻ്റെ ഈ തമാശ നിറഞ്ഞ വാക്കും കേട്ടപ്പോൾ കേട്ടു നിൽക്കുന്നവർക്ക് ആർക്കും ചിരി വരും. എനിക്കും നന്നായി ചിരി വന്നു. പക്ഷേ ആ പാവം ഇത് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് കിടന്ന് വിങ്ങുകയാണ്. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാറില്ലേ ഇങ്ങനത്തെ ചുട്ടുപൊള്ളുന്ന ചില അനുഭവങ്ങൾ, ചില മരുഭൂമി അനുഭവങ്ങൾ? തലയുടെ ചുവട്ടിൽ ആരും തീ കൊളുത്തിയിട്ടല്ല
ഈ അപ്പൻ്റെ മനസ്സ് വിങ്ങുന്നത്, ചുട്ടുപൊള്ളുന്നത്. മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം കടന്നു പോകുന്ന അനുഭവങ്ങൾ, ഒറ്റപ്പെടലിൻ്റെയും വേദനയുടെയും നൊമ്പരങ്ങളുടെയും ദുരന്ത സമാനമായ ജീവിതാനുഭവങ്ങളിലൂടെ ഈ പിതാവ് യാത്ര ചെയ്ത് തൻ്റെ ജീവിതത്തിൻ്റെ സയാനത്തിൽ എത്തി നിൽക്കുമ്പോൾ ഈ പിതാവിന് ഇനി നാളെ എന്ത്, ജീവിതത്തിൽ ഒരു രോഗമോ ഒരു വീഴ്ചയോ വന്നാൽ തന്നെ കരുതാൻ പോലും ആരുമില്ല എന്ന ഒറ്റപ്പെടലിൻ്റെ നൊമ്പരങ്ങളുടെ വേദനയിൽ പെട്ടുഴലുന്ന, ചുട്ടുപൊള്ളുന്ന ഒരു അനുഭവം. എന്നെ ശ്രവിക്കുന്ന സഹോദര സഹോദരി, നീ ജോലി ചെയ്യുന്ന ഇടത്ത്, നിന്റെ കുടുംബത്തിൽ, നിന്റെ മക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, സഹോദരങ്ങളെ, സ്നേഹിതരെ പലരെയും ഓർത്ത്, നാട്ടിലായിരിക്കുന്ന ചില ബന്ധുമിത്രാദികളെ ഓർത്ത് ഒക്കെ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചില ഒരു വിങ്ങലില്ലേ പ്രിയരെ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നു. തമ്പുരാനാണ് നിങ്ങളെ വശീകരിച്ച് ഈ ചുട്ടുപൊള്ളുന്ന വിങ്ങുന്ന മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അനുഭവിക്കുന്ന ഈ ചുട്ടുപൊള്ളുന്ന മരുഭൂമി ദൈവം അനുവദിച്ചതാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? ഇങ്ങനെയാണ് ഹോശേയ പറയുന്നത്, അവിടെ വെച്ച് ഞാൻ അവളോട് ഹൃദ്യമായി സംസാരിക്കും. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൻ്റെ ചുട്ടുപൊള്ളുന്ന ഓരോ അനുഭവങ്ങളും നമ്മോട് ഹൃദ്യമായി സംസാരിക്കാൻ ദൈവം ഒരുക്കുന്ന അവസരമായിട്ട് തിരിച്ചറിഞ്ഞ് ആ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ തയ്യാറാകൂ എന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആവശ്യപ്പെടുക. രണ്ടാമത്തേത് വെള്ളമില്ലാത്ത അവസ്ഥയാണ്. എന്താ പ്രിയപ്പെട്ടവരെ, വെള്ളം ഇല്ലാത്ത അനുഭവം. വെള്ളം എന്ന് പറഞ്ഞാൽ അത് സ്നേഹത്തോട് ഉപമിക്കാം. വെള്ളത്തിനും സ്നേഹത്തിനുമുള്ളൊരു സമാന ഭാവമുണ്ട്. അത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ, അത് ഒഴുകുന്ന സ്വഭാവമുള്ളതാണ് വെള്ളം എന്നതാണ്. വെള്ളത്തിന് ഒഴുകുന്ന സ്വഭാവമുണ്ട്. സ്നേഹത്തിന് ഏതാണ്ട് സമാനമായൊരു സ്വഭാവമുള്ളതാണ്. അത് ഒഴുകേണ്ടതാണ്. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ഒഴുകേണ്ടതാണ്. പങ്കാളിയിൽ നിന്ന് പങ്കാളിയിലേക്ക് ഒഴുകേണ്ടതാണ്. മാതാപിതാക്കളിൽ നിന്ന് മക്കളിലേക്ക്, സഹോദരങ്ങളിലേക്ക്, സ്നേഹിതരിലേക്ക്, സഹപ്രവർത്തകരിലേക്ക്, ചുറ്റുപാടുകളിലേക്ക്, അയൽവാസികളിലേക്കൊക്കെ ഒഴുകിയിറങ്ങേണ്ടതാണ് സ്നേഹം. പക്ഷെ എന്ത് പറ്റുന്നു പ്രിയപ്പെട്ടവരെ? ഇന്ന് ഒഴുകേണ്ടതിനെയെല്ലാം അണകെട്ടി നിർത്തുന്ന ഒരു സംസ്കാരത്തിലാണ് നമ്മൾ ജീവിക്കുക. നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും അണകെട്ടലുകളാണ്. ലോകം മുഴുവനും വെള്ളത്തെ അണകെട്ടി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാ? അങ്ങനെ അണകെട്ടി നിർത്തുമ്പോൾ പല പ്രയോജനങ്ങളുമുണ്ട്. അതുകൊണ്ട് ഡാം കെട്ടി നിർത്തിയാൽ അതിന് ഗുണമുണ്ട്. അതുകൊണ്ട് പലതരത്തിലുള്ള മാനുഷികമായ ഗുണങ്ങളുള്ളത് കൊണ്ട് അതിനെ ഒഴുകാൻ അനുവദിക്കാതെ അണകെട്ടി നിർത്തുകയാണ്. കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യനറിയാം, ഇടുക്കി ഡാം അതങ്ങനെ അണകെട്ടി നിർത്തിയില്ലായിരുന്നുവെങ്കിൽ നമ്മൾ എത്രമാത്രം കാശ് ഇലക്ട്രിസിറ്റി ബില്ലിന് കൊടുക്കേണ്ടി വരുമായിരുന്നു. പലതരത്തിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ നാം വളരെ പണം അതിന് കൊടുക്കേണ്ടി വരുമായിരുന്നു. അതുകൊണ്ട് കേരളത്തിൽ ഒരു ഡാം കെട്ടി നിർത്തുന്നതിന് മലയാളികളൊക്കെ വളരെ സന്തോഷമുള്ളവരാണ്. പക്ഷേ വെള്ളം അണകെട്ടി നിർത്തുമ്പോൾ പ്രകൃതിക്കുണ്ടാകുന്ന അസ്വസ്ഥതകൾ, പ്രതിസന്ധികൾ എന്താണ് എന്നുള്ളതൊന്നും നമുക്ക് പ്രശ്നമല്ല. നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകാതിരുന്നാൽ മതി എന്നുള്ളതാണ്. ഗുണങ്ങൾ ഒരുപാടുണ്ട്. കാരണം വെട്ടമിട്ടാൽ നമുക്ക് കറണ്ട് വരുന്നു, നമുക്ക് ലൈറ്റ് കത്തുന്നു, നമുക്ക് പലതരത്തിലുള്ള ഉപകാരങ്ങളുണ്ട്. ശരിയാണ് പ്രിയപ്പെട്ടവരെ, ഭൗതികമായ ഉപകാരങ്ങൾക്ക് വേണ്ടി വെള്ളത്തെ അണകെട്ടി നിർത്തുന്നത് പോലെ മനുഷ്യൻ തൻ്റെ സ്വാർത്ഥപരമായ ഗുണങ്ങൾക്ക് വേണ്ടി സ്നേഹത്തെ അണകെട്ടി നിർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. സ്നേഹത്തെ അണകെട്ടി നിർത്തുകയാണ്, കെട്ടി നിർത്തുകയാണ്. എന്നിട്ടോ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, തൻ്റെ ലക്ഷ്യങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി, തൻ്റെ ഉള്ളിലുള്ള തിന്മ അത് ജയിക്കുന്നതിന് വേണ്ടി, അതിനെ മറ്റുള്ളവരിലേക്ക് പകരുന്നതിന് വേണ്ടി സ്നേഹത്തെ സ്വാർത്ഥതയുടെ അണകെട്ടി ഡാം കെട്ടി നിർത്തുന്ന ഈ മനുഷ്യൻ തിരിച്ചറിയണം, വെള്ളമില്ലാതെ പോകുന്ന അവസ്ഥ നിന്റെ ജീവിതത്തിൽ വളരെ അപകടകരമാണ്. മക്കളെ സ്നേഹിക്കൂ പ്രിയപ്പെട്ട പിതാവേ, അമ്മേ, പ്രിയപ്പെട്ട മാതാവേ, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കൂ. നിങ്ങൾ പറയും, അച്ഛൻ അങ്ങനെയൊക്കെ പറയാം, മക്കളെ സ്ട്രിക്റ്റ് ആയിട്ട് പിടിച്ചില്ലെന്നുണ്ടെങ്കിൽ അവർ കൈവിട്ടു പോകും. അല്ല പ്രിയപ്പെട്ടവരെ, മക്കളെ സ്നേഹിക്കാതെ നിങ്ങൾ നിർത്തിയാലാണ് അവർ കൈവിട്ടു പോവുക. നിങ്ങൾ കമ്പ്യൂട്ടറിൽ വരച്ചെടുക്കുന്ന ഫോൾഡറുകൾക്കുള്ളിൽ കൃത്യമായി അടുക്കി വെക്കുന്ന ഫയലുകൾ പോലെ സൂക്ഷിക്കാവുന്നതല്ല നിങ്ങളുടെ മക്കളുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അത് നിങ്ങൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ. ഇത് കമ്പ്യൂട്ടർ യുഗമാണ്. എല്ലാത്തിലും പ്രൊഫഷണലിസം ഇഞ്ചക്ട് ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ മക്കളോടുള്ള റിലേഷൻഷിപ്പും ഒത്തിരി പ്രൊഫഷണലായി മാറ്റപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഗൗരവത്തോടെ തിരിച്ചറിയുക, സ്നേഹമെന്ന് പറയുന്നത് തികച്ചും ഇമോഷണൽ ആയിട്ടുള്ള ഒരു അനുഭവമാണ്. അതിന് അണകെട്ടലുകളില്ല, അതിന് ഫ്രെയിമിങ്ങുകളില്ല. എൻ്റെ മടിയിലേക്ക് ഓടിക്കയറി വരുന്ന എൻ്റെ മകനോട്, മകനെ നീ ലെഫ്റ്റ് റൈറ്റ് അടിച്ച് വാടാ, അങ്ങനെ വന്ന് എൻ്റെ മടിയിൽ കയറിയാലേ ഞാൻ നിന്നെ സ്നേഹിക്കൂ
ഇത്ര പിച്ചിനപ്പുറത്തേക്ക് നീ എന്നെ അപ്പ എന്ന് വിളിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ എനിക്ക് കഴിയില്ലല്ലോ പ്രിയരെ. സ്നേഹത്തിന് ഭാഷകളില്ല, സ്നേഹത്തിന് പ്രത്യേകമായ നിയന്ത്രണങ്ങളില്ല. സ്നേഹം തികച്ചും ഇമോഷണൽ ആയിട്ടുള്ള ഒരു പൊട്ടിത്തെറിയാണ്. നിങ്ങളുടെ മക്കളോട്, സഹോദരങ്ങളോട് ഈ തീവ്രമായ വൈകാരികമായ ആ സ്നേഹം നിങ്ങൾക്ക് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ തലമുറകളെ നിങ്ങൾക്ക് വീണ്ടെടുക്കാനും നേടിയെടുക്കാനും കഴിയും നിശ്ചയം. വെള്ളമില്ലാത്ത അവസ്ഥ നിങ്ങളുടെ മക്കൾക്കുണ്ട്. സ്നേഹമെന്ന ജലം കൊടുക്കാത്തത് കൊണ്ട് പ്രിയ പിതാവേ, മാതാവേ, ഇന്നു മുതൽ കൊടുത്തു തുടങ്ങ്. വൈകിട്ടില്ല. ഇന്ന് തമ്പുരാൻ നിന്നോട് സംസാരിക്കുന്നതായിട്ട് നീ കാണ്. കൊടുത്തു തുടങ്ങ്. ഈ നിമിഷം മുതൽ ആ സ്നേഹം കൊണ്ടവർ നിറയട്ടെ. ആ സ്നേഹത്തിൻ്റെ വെള്ളത്തിൽ അവർ മുങ്ങിക്കുളിക്കട്ടെ. മൂന്നാമത്തെ മരുഭൂമി അവസ്ഥയാണ് ആരും ഇല്ലാത്ത അവസ്ഥ. പ്രിയപ്പെട്ടവരെ, എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടാകും. ഇന്നത്തെ വിശ്വാസിയുടെ പ്രശ്നം ആരുമില്ലായ്മയല്ല, ആരെ വിശ്വസിക്കുമെന്നുള്ളതാണ്. അപ്പനെയും അമ്മയും മക്കളെയും പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത കാലത്താണ് നമ്മൾ ജീവിക്കുക. ജീവിത പങ്കാളിയെ പോലും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുക. ചുറ്റുപാടും കാണുന്ന കാഴ്ചകളും പത്രമാധ്യമങ്ങളിൽ വായിക്കുന്ന കഥകളും അങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുക. ഇവിടെ ആരുമില്ലായ്മയല്ല നമ്മുടെ പ്രശ്നം. എല്ലാവരും ഉണ്ട്, എങ്കിലും വിശ്വസിക്കാവുന്നവരും വിശ്വസ്തരായിട്ടുള്ളവരും ആരുമില്ല എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ എനിക്ക് ഒരാളാകാൻ കഴിയുമോ എന്നതാണ്. മറ്റൊരാൾക്ക് ആരെങ്കിലും ആകാൻ കഴിയുമോ? മറ്റൊരാൾക്ക് ആരെങ്കിലും ആകാൻ കഴിയാനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ വിളിക്കുക. നിങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ ആരുമില്ല എന്ന ഒറ്റപ്പെടലിൻ്റെ നൊമ്പരം നിങ്ങളെ ഭരിക്കുന്നുണ്ടോ? എൻ്റെ ഭർത്താവ് പോലും എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ ഭാര്യ എന്നെ മനസ്സിലാക്കുന്നില്ല, എൻ്റെ മക്കൾക്ക് എൻ്റെ ഉള്ളം മനസ്സിലാക്കാൻ കഴിയുന്നില്ല, എൻ്റെ സഹോദരങ്ങൾ എൻ്റെ സാഹചര്യം മനസ്സിലാക്കുന്നില്ല. ഒറ്റപ്പെടലിൻ്റെ, ആരുമില്ലായ്മയുടെ നൊമ്പരങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ മരുഭൂമി നിങ്ങൾക്കുണ്ട്. ആരാണ് നിങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? കർത്താവ്, യഹോവ, ദൈവമായ കർത്താവ് നിങ്ങളെ വശീകരിച്ച് ആരുമില്ലാത്ത ഈ മരുഭൂമിയിലേക്ക് കൊണ്ടുവന്നു. എന്തിന്? ഇവിടെ വെച്ച് നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കും. അപ്പോൾ ആരുമില്ല എന്ന് തോന്നലുണ്ടെങ്കിൽ, സ്നേഹം വരുന്നില്ല, കിട്ടുന്നില്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ, ചുട്ടുപൊള്ളുന്ന ജീവിതാവസ്ഥയുണ്ട് എന്നൊരു തോന്നലുണ്ടെങ്കിൽ ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ടെന്ന് തിരിച്ചറിയണം പ്രിയരെ. നാലാമത്തെ മരുഭൂമി അവസ്ഥ, അത് വിഷപ്പാമ്പുകളും തേളുകളുമാണ്. ഇന്ന് ചുറ്റുപാടും വിഷപ്പാമ്പുകളെ തേടി ഒരുപാട് അലയണ്ട, വീട്ടിൽ തന്നെയുണ്ട്. നല്ല നല്ല കൂർത്ത വാക്കുകൾ കൊണ്ട് നിങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന, മരണകരമായി വിഷം വമിക്കുന്ന വാക്കുകൾ പ്രകടിപ്പിക്കുന്ന ചില വിഷപ്പാമ്പുകൾ നിങ്ങളുടെ കുടുംബത്തിലില്ലേ എന്ന് നിങ്ങൾ ഗൗരവത്തോടെ പരിശോധിക്കുക. അങ്ങനെ ഉണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുകയാണ്. വിഷം വമിക്കുന്ന വാക്കുകൾ പുറപ്പെടുവിക്കുന്ന പാമ്പുകൾ. റോമാലേഖനം 3:13 പറയുന്നുണ്ടല്ലോ, അവരുടെ തൊണ്ണ തുറന്ന ശവക്കുഴി, നാവ് കൊണ്ടവർ ചതിക്കുന്നു, സർപ്പവിഷം അവരുടെ അധരത്തിന് കീഴെയുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളെ മുറിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, നൊമ്പരപ്പെടുത്തുന്ന, നിങ്ങളുടെ മനസ്സിനെ കീറി മുറിക്കുന്ന, ശവക്കുഴിയിൽ നിന്ന് വമിക്കുന്ന ദുർഗന്ധം പോലത്തെ വാക്കുകൾ പ്രകടിപ്പിക്കുന്ന ചുറ്റുപാടുകളിലുള്ള ആളുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നാലാമത്തെ മരുഭൂമി അവസ്ഥ നിങ്ങൾക്കുണ്ട്. അതേ പ്രിയപ്പെട്ടവരെ, ആ മരുഭൂമി, വിഷപ്പാമ്പുകളും തേളുകളുമാകുന്ന മരുഭൂമിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് ദൈവമാണെന്ന് തിരിച്ചറിയുക. എന്തിന്? അവിടെ വെച്ച് നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കാൻ. അതുകൊണ്ട് ഇന്നു മുതൽ ആരെങ്കിലും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക, ദൈവത്തിന് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അഞ്ചാമത്തെ മരുഭൂമി, വഴിയില്ല. മരുഭൂമിയിൽ മണൽക്കാറ്റുണ്ട്. ഒരു വാഹനമൊക്കെ ഇങ്ങനെ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവിടെ ഒരു വഴി രൂപപ്പെടാൻ തുടങ്ങിയാൽ ഉടനെ മണൽക്കാറ്റടിച്ച് ഉടനെ തന്നെ ആ വഴി അങ്ങ് മാറിപ്പോകും. നമുക്കറിയാം, ഡെസേർട്ട് വാഹനങ്ങളൊക്കെ യാത്ര ചെയ്യുകയും പലതരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് മരുഭൂമിയുടെ ഉള്ളിലൂടെ പോകുമ്പോൾ ഡെസേർട്ട് സഫാരികളുണ്ട്. അതിനകത്ത് വലിയ വാഹനങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ആ വാഹനം യാത്ര ചെയ്യുന്നതൊന്നും വഴികളിലൂടെയല്ല, വെറുതെ മരുഭൂമിയുടെ മണലിൻ്റെ മുകളിലൂടെ എങ്ങനെ യാത്ര ചെയ്യുകയാണ്. വഴിയില്ല മരുഭൂമിക്കകത്ത്. പ്രിയപ്പെട്ടവരെ, കൃത്രിമമായി ടൗണുകളിലൊക്കെ വഴി നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. മരുഭൂമിയുടെ ഉള്ളറകളിൽ, അകത്തളങ്ങളിൽ വഴിയില്ല, വഴി അവിടെ സൃഷ്ടിക്കപ്പെടുന്നില്ല. അവിടെ മണൽക്കാറ്റുണ്ട്. മണൽ വന്ന് എപ്പോഴും വഴി മൂടിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, വഴി മുട്ടി നിൽക്കുന്ന അവസ്ഥ, അതെന്നെ ശ്രമിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഉണ്ടാകും. ഇനി എന്തു വേണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ ഇല്ലേ? ഗൗരവത്തോടെ നിങ്ങളൊന്ന് പരിശോധിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടോ? ജോലി നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം, റിസഷൻ്റെ കാലഘട്ടത്തിൽ എത്രയോ ആളുകളാണ് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എന്ന നാടൻ ഭാഷ പറഞ്ഞാൽ ആ അവസ്ഥയിലാണ് പലരുടെയും ജോലി. എത്ര വലിയ പ്രൊഫഷണൽസ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, എത്ര വലിയ സാലറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ രാവിലെ ഓഫീസിൽ ചെല്ലുമ്പോൾ ടേബിളിൽ തന്നെ ഫയർ ചെയ്തിട്ടുള്ളതിൻ്റെ നോട്ടീസാണോ ഇരിക്കുന്നതെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിലാണ്
എന്നെ കേൾക്കുന്ന ഓരോ ജോലിക്കാരനും ജീവിക്കുന്നത്. സംശയമുണ്ടോ പ്രിയപ്പെട്ട സഹോദര സഹോദരി? സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ ഏതൊരു നിമിഷവും നിങ്ങളുടെ ജീവിതത്തിൽ വരാം. ഒരുപക്ഷെ നാളെ രാവിലെ നിങ്ങൾ ഓഫീസിൽ ചെല്ലുമ്പോഴായിരിക്കും നിങ്ങളുടെ ടേബിളിന് പുറത്ത് നിങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്നുള്ള ലെറ്റർ നിങ്ങൾ കാണാൻ പോകുന്നത്. അത് വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥയാണ്. എന്തു വേണ്ടുമെന്നറിയില്ല. എല്ലാം അടഞ്ഞു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ ജീവിത കാലഘട്ടത്തിൽ നിങ്ങൾക്കത് ഫേസ് ചെയ്യേണ്ടി വരും നിശ്ചയം. പക്ഷേ അങ്ങനെ ഒരവസ്ഥ വരുമ്പോൾ പതറിപ്പോകരുത്, വീണുപോകരുത്, നിരാശപ്പെടരുത്, തളർന്നു പോകരുത്. കൃത്യമായി നിങ്ങൾ തിരിച്ചറിയണം, എൻ്റെ ദൈവത്തിന് എന്നോട് എന്തോ സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരവസ്ഥ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, മരുഭൂമിയുടെ ഈ 5 അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയമായും ഉണ്ടോ എന്ന് പരിശോധിക്കുക. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ അവസ്ഥകളിലെല്ലാം നിങ്ങളോട് ഹൃദ്യമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ആ ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ നിങ്ങൾ കാത് തുറന്നു കൊടുത്താൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചുട്ടുപൊള്ളുന്ന അവസ്ഥയിൽ നല്ല തണുപ്പായി ക്രിസ്തുവിൻ്റെ സ്നേഹം കടന്നു വരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെള്ളമില്ലാത്ത അവസ്ഥയിൽ ജീവജലത്തിൻ്റെ അരുവിയായി അവൻ ഒഴുകിയിറങ്ങും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരുമില്ലാത്ത അവസ്ഥയിൽ അമ്മയേക്കാൾ അധികം സ്നേഹിച്ചുകൊണ്ട് അവൻ നിങ്ങളോട് ചേർന്ന് നിൽക്കും. വിഷപ്പാമ്പുകളും തേളുകളുമാകുന്ന കുത്തുവാക്കുകൾക്ക് നടുവിൽ ആശ്വാസത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട് അവൻ നിന്നെ പൊതിയും. വഴിമുട്ടി നിൽക്കുന്നതിൻ്റെ ജീവിതാവസ്ഥയിൽ വഴിയും സത്യവും ജീവനുമായവൻ നിന്റെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ പുതിയ വഴികൾ തുറക്കും. അവൻ്റെ സ്വരത്തിന് നീ കാതോർത്താൽ, ആ ശബ്ദം കേൾക്കാൻ തയ്യാറായാൽ തളരരുത്. അതുകൊണ്ട് ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങൾ വീണു പോകരുത്, തകർന്നു പോകരുത്. ഊർജ്ജസ്വലതയോടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും എൻ്റെ കർത്താവ് എനിക്ക് അനുവദിച്ചു നൽകിയ മരുഭൂമിയിൽ ഞാൻ അവൻ്റെ ശബ്ദം കേട്ട് ആ ശബ്ദത്തിനനുസൃതമായി നീങ്ങുമെന്ന ഉറച്ച തീരുമാനമെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചന ശുശ്രൂഷ വഴി നിങ്ങളെ മുഖാന്തരമാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം.